എയർ ഇന്ത്യ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തകർന്ന് മരണം 200-ന് മുകളിലാണ് രേഖപ്പെടുത്തിയത്. വിമാനം തകർന്നു വീണത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ്. വിമാനത്താവളത്തിന് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് അപകടത്തിൽപ്പെട്ട വിമാനം പിന്നീട് വീഴുകയായിരുന്നു. ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്നത് 242 പേരാണ്. രാജ്യം കണ്ട വലിയൊരു വിമാന ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. ഉച്ചയ്ക്ക് 1:38-നായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടാകുന്നത്. പറന്നുയർന്ന 2 മിനിറ്റിനുള്ളിൽ അപകടം സംഭവിച്ചു. വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിൽ എന്നതും ആശങ്ക പരത്തുന്ന ഒന്നാണ്. ടേക്ക് ഓഫിന് പിന്നാലെ താഴ്ന്നു പറന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തീഗോളമായി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതേസമയം അപകട കാരണം അന്വേഷിച്ചു വരികയാണ്. ഇതിനിടയിലാണ് അപകടത്തിന് 2 മണിക്കൂർ മുമ്പ് ഇതേ വിമാനത്തിൽ യാത്ര ചെയ്ത യാത്രക്കാരന്റെ ട്വീറ്റ് ശ്രദ്ധ നേടുന്നത്. 2 മണിക്കൂർ മുമ്പ് ഇതേ വിമാനത്തിൽ ഞാനുണ്ടായിരുന്നു. അസാധാരണമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ആകാശ് വസ്ത എന്ന യാത്രക്കാരന്റെ ട്വീറ്റ്. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതിനിടയിൽ ഇയാൾ വിമാനത്തിന് അകത്തുനിന്നു പകർത്തിയ ദൃശ്യങ്ങളും ട്വീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾക്കൊപ്പം ചെറിയ കുറിപ്പും അദ്ദേഹം പങ്കുവച്ചു. ഈ ദൃശ്യങ്ങൾ നോക്കൂ, ഈ വിമാനത്തിന്റെ എന്റർടൈൻമെന്റ് സിസ്റ്റം ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ സംശയങ്ങൾ ഉയരുകയാണ്. വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണോ ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്ന്. എന്തായാലും ഈ വീഡിയോ ഇനി അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷണത്തിൽ സഹായകരമാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.